നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിൽ ഒരു പിടി മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിലെ മികച്ച താരം ആരാണ്? UCL പ്ലെയർ ഓഫ് ദി വീക്ക് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഗോൾ കീപ്പർക്ക് ആ പുരസ്കാരം ലഭിക്കുക എന്നുള്ളത് അത്ര സാധാരണമായിട്ട് സംഭവിക്കാറില്ല. തീരെ കിട്ടിയിട്ടില്ല എന്നല്ല, അധികവും ഗോൾ കീപ്പർ അല്ലാത്തവർക്കാണല്ലോ ലഭിക്കാറുള്ളത്. ഇത്തവണത്തെ മാച്ച് വീക്കിൽ മികച്ച പ്രകടനം നടത്തിയ 2 ഗോൾ കീപ്പർമാരുണ്ട്. ഒരാൾ ഷെസ്നിയാണ്. FC ബാഴ്സലോണയെ അദ്ദേഹം വിജയത്തിലേക്ക് കൊണ്ടുപോയി. 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും ബെൻഫിക്കയ്ക്കെതിരെ 8 സേവുകൾ നടത്തി വളരെ ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് നടത്തി. അതുപോലെ തന്നെ ആലിസൺ ബെക്കർ. ആലിസൺ ബെക്കറുടെ മികവ് മാത്രമാണ് നന്നായി കളിച്ച PSG ലിവർപൂളിനെതിരെ വിജയിക്കാൻ വിടാതെ പിടിച്ചു നിർത്തിയത്. ആലിസൺ ആ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഉണ്ടായിരുന്നു. ഷെസ്നിക്ക് അദ്ദേഹത്തിൻ്റെ കളിയിൽ അത് കിട്ടിയിട്ടില്ല, അത് പെഡ്രിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരത്തിനുള്ള നോമിനേഷനിൽ ഷെസ്നി ഉണ്ടായിരുന്നില്ല, ആലിസൺ ബെക്കറാണ് ഉണ്ടായിരുന്നത്. ആലിസൺ ആണ് ഈ മാച്ച് വീക്കിലെ ഏറ്റവും മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 4 പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടതിൽ ഒന്നാമത് വന്നത് ആലിസൺ ബെക്കർ. രണ്ടാമത് മറ്റൊരു ബ്രസീലിയൻ താരം തന്നെയാണ്, റോഡ്രിഗോ. കിടിലൻ പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ സുന്ദരമായിട്ടുള്ളൊരു ഗോള് അദ്ദേഹം നേടി. അങ്ങനെ നല്ല പ്രകടനം അദ്ദേഹം തുടർന്നു. 2ാം സ്ഥാനത്താണ് ഇപ്പോൾ റോഡ്രിഗോ എത്തിയതെങ്കിൽ 3ാം സ്ഥാനത്ത് ഹാരി കെയ്നാണ്. ലെവർക്യൂസനെതിരെ ബയൺ മ്യൂണിക്ക് വിജയിച്ച് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം നമ്മൾ കണ്ടു. 4ാം സ്ഥാനത്താവട്ടെ മാർട്ടിൻ ഒഡേഗാർഡാണ്. ഒഡേഗാർഡ് PSV ഐന്തോവൻ ആഴ്സണൽ 7-up കുടിപ്പിച്ച മത്സരത്തിൽ സൂപ്പർ പ്രകടനമാണ് നടത്തിയത്. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ UCL പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ആ ഒരു റാങ്കിങ് വരുന്നത്. 1ാമത് ആലിസൺ, 2 റോഡ്രിഗോ, 3 ഹാരി കെയ്ൻ, 4 മാർട്ടിൻ ഒഡേഗാർഡ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.